തോർ ലവ് ആൻഡ് തണ്ടറിൽ നമ്മുടെ തോർ ഒരു പ്രാവശ്യത്തേക്ക് മാത്രം ആസ്ഗാർഡിയൻ കുട്ടികൾക്ക് തന്റെ പവേഴ്സ് കൊടുക്കുന്നുണ്ട്. ഈ സീനിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് തോർ തന്റെ പവേഴ്സ് ആസ്ഗാർഡിയൻ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒരു ട്രീയുടെ രൂപത്തിലാണ് ലൈറ്റ്നിങ് ഉണ്ടാവുന്നതും ആ ലൈറ്റ്നിങ്ങിലൂടെ ആസ്ഗാർഡിയൻ കുട്ടികൾക്ക് പവേഴ്സ് കിട്ടുന്നതും. എഗ്ഡ്രാസിൽ എന്ന ഒരു ട്രീയുടെ രൂപത്തിലാണ് ഇവിടെ ലൈറ്റ്നിങ് ഉണ്ടാവുന്നത്. 9 റെലംസിനെയും കണക്ട് ചെയ്യിക്കുന്ന ഒരു ട്രീ ആണ് ഇഗ്ഡ്രാസിൽ. നോർസ് മിത്തോളജിയില് ദ വേൾഡ് ട്രീ എന്നും ട്രീ ഓഫ് ലൈഫ് എന്നും ഇഗ്ഡ്രാസിൽ അറിയപ്പെടുന്നുണ്ട്. തോറിന്റെ ആദ്യ മൂവിയിൽ തോർ ജെയിൻ ഫോസ്റ്ററിനോട് യൂണിവേഴ്സിലെ എല്ലാം എങ്ങനെയാണ് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്നും ഇഗ്ഡ്രാസിൽ എന്ന ട്രീയെ പറ്റിയുമൊക്കെ വിശദീകരിച്ച് ഒരു ബുക്കിൽ വരച്ചു കാട്ടുന്നുണ്ട്. ഇവിടെ തോർ വരച്ചതിന് സമാനമായിട്ട് തോന്നുന്ന ഇഗ്ഡ്രാസിലിന്റെ അതേ ചിത്രം തന്നെയാണ് തോർ ലവ് ആൻഡ് തണ്ടറിൽ തോറിന്റെ ടീഷർട്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തോർ ലവ് ആൻഡ് തണ്ടറിൽ ജെയിൻ ഫോസ്റ്റർ ന്യൂ ആസ്ഗാർഡിലേക്ക് പോയിട്ട് മ്യോൾനിയർ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഈ സീനിൽ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടെ ഒരു വലിയ റോക്ക് ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതേ റോക്ക് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ മറ്റൊരു മൂവിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ, തോർ റാഗ്നറോക്കില് ഈ റോക്കിന്റെ പക്കലാണ് ഓഡിൻ തന്റെ മക്കളായ തോറിന്റെയും ലോക്കിയുടെയും കൂടെ തന്റെ അവസാന നിമിഷങ്ങള് സ്പെൻഡ് ചെയ്യുന്നത്. തോർ ലവ് ആൻഡ് തണ്ടറിൽ നമ്മുടെ തോർ സിയൂസിനെ കാണാൻ വേണ്ടി ഓംനിപൊട്ടൻ സിറ്റിയിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് നമ്മുടെ തോറിനെ സിയൂസ് ഫ്ലിക്ക് എന്ന് പറഞ്ഞ് വസ്ത്രങ്ങൾ ഇല്ലാതാക്കി അപമാനിക്കുന്നുണ്ട്. ഇവിടെ തോറിന്റെ ബാക്കിലായിട്ട് കുറെ ടാറ്റൂസ് കുത്തിയേക്കുന്നത് നമുക്ക് കാണാം. അതിൽ RIP ലോക്കി ബ്രദേഴ്സ് എന്നും വലുതായിട്ട് കാണാം. മാത്രമല്ല ലോക്കിയുടെ ഹെൽമെറ്റും ഒരു ബ്രോക്കൺ ഹേർട്ടും വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. എന്നാൽ സൈഡിലായിട്ട് ഒരു പേപ്പറിൽ ചില പേരുകൾ എഴുതിയിട്ടുണ്ട്. ആ പേരുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? പറയാം. ആദ്യമായിട്ട് നമ്മുടെ തോറിന്റെ അമ്മയായ ഫ്രിഗയെ സൂചിപ്പിക്കുന്ന മദർ, രണ്ടാമതായിട്ട് തോറിന്റെ അച്ഛനായ ഓഡിനെ സൂചിപ്പിക്കുന്ന ഫാദർ, മൂന്നാമതായിട്ട് ആസ്ഗാർഡിന്റെ ഗാർഡിയനായ ഹെയിംഡൽ, നാലാമതായിട്ട് തോറിന്റെ ബ്രദറായ ലോക്കി, അഞ്ചാമതായിട്ട് ടോണി, ആറാമതായിട്ട് നടാഷ. ഒരു പക്ഷേ നമ്മുടെ തോറ് ഒരുപാട് സ്നേഹിച്ച അല്ലെങ്കിൽ നമ്മുടെ തോറിനെ വിട്ടുപോയ താൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ട്രിബ്യൂട്ടായിട്ടായിരിക്കാം തോർ തന്റെ ബാക്കിൽ ഇങ്ങനെ ടാറ്റു അടിച്ചിട്ടുള്ളത്. തോർ ലവ് ആൻഡ് തണ്ടർ എന്ന മൂവിയുടെ തുടക്കത്തില് ഗോർ തന്റെ മകളെയും എടുത്തോണ്ട് ഒരു മരുഭൂമിയിലൂടെ ദാഹിച്ചു വലഞ്ഞു നടക്കുന്ന സമയത്ത് ആ മരുഭൂമിയിൽ വെച്ച് തന്നെ ഗോറിന്റെ മകള് മരണപ്പെടുന്നുണ്ട്. എന്നാല് തോർ ലവ് ആൻഡ് തണ്ടറിന്റെ ക്ലൈമാക്സില് ഇതേ സ്ഥലത്ത് മരുഭൂമിക്ക് പകരം ഗോറിന് ചുറ്റും വെള്ളമാണ്. ഇവിടെ ഗോർ മരണപ്പെടുകയും ഗോറിന്റെ മകള് ജീവനോടെ തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. ചുരുക്കം പറയുവാണെങ്കിൽ തോർ ലവ് ആൻഡ് തണ്ടറിന്റെ തുടക്കത്തിൽ നടക്കുന്നതിന്റെ കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആണ് തോർ ലവ് ആൻഡ് തണ്ടറിന്റെ ക്ലൈമാക്സിൽ നമ്മൾ കാണുന്നത്. തോർ ലവ് ആൻഡ് തണ്ടറിൽ സ്യൂസിനെ ആക്രമിക്കുന്ന തോറും മൈറ്റി തോറും വാൽക്കേറിയും ഓംനിപൊട്ടൻ സിറ്റിയിൽ നിന്നും രക്ഷപ്പെടുന്ന സമയത്ത് അവർ അവിടെ നിന്ന് പറന്നു പോകുമ്പോൾ 2 ജയന്റ് ക്രീച്ചേഴ്സ് അവരെ വാച്ച് ചെയ്യുന്നുണ്ട്. ആ ജയന്റ് ക്രീച്ചേഴ്സ് ഒരു പക്ഷേ സെലസ്റ്റിയൽസ് ആകാം. കാരണം ഇറ്റേണൽസ് എന്ന മൂവിയിൽ ഇതേപോലെയുള്ള ഒരു സെലസ്റ്റിയലിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സെലസ്റ്റിയലിന്റെ പേരാണ് അരിഷം ദ ജഡ്ജ്.